തൃത്താല മണ്ഡലത്തിലെ വോട്ടെണ്ണലിൽ കനത്ത പോരാട്ടത്തിനൊടുവിൽ UDF സ്ഥാനാർത്ഥി VT ബൽറാം വിജയിച്ച സാഹചര്യത്തിൽ MP രാജേഷിന്റെ പ്രതികരണം. തൃത്താലയിൽ വിജയിച്ച VT ബൽറാമിന് അദ്ദേഹം ഹൃദ്യമായ ആശംസകൾ നേർന്നു. തോറ്റാലും വനവാസത്തിന് പോകില്ലെന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്നും ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെ തുടരുമെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനുണ്ടാകുമെന്നും പറഞ്ഞു. 5 റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഒരു അവസ്ഥ? തെരഞ്ഞെടുപ്പ് പരാജയപ്പെടും തൃത്താലയിൽ എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമില്ല. അപ്പൊ വിജയിക്ക് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ജയപരാജയങ്ങൾ ഉണ്ടാവും. അത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഞാനിതിനു മുമ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്, പിന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ രാഷ്ട്രീയമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ തൃത്താലയുടെ കാര്യത്തിലാണെങ്കിൽ 5 വർഷം തൃത്താലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിന്റെ അടയാളങ്ങൾ ആർക്കും തമസ്കരിക്കാനോ മായ്ച്ചു കളയാനോ കഴിയാത്തതാണ്. അപ്പൊ തൃത്താല ഏൽപ്പിച്ച ചുമതല അന്തസ്സായി തന്നെ നിറവേറ്റിയെന്ന അഭിമാനത്തോടെയാണ് ജനവിധി മാനിച്ച് ചുമതലയൊഴിയുന്നത്. ജനവിധിയാണല്ലോ, ബാക്കി കാലം തെളിയിക്കേണ്ടതാണ്. അപ്പോ സംസ്ഥാനത്താകെയുള്ള ഒരു ട്രെൻഡായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ട്രെൻഡ് സംസ്ഥാനത്താകെ ഉണ്ടാവുമ്പോൾ കടുത്ത മത്സരം നടക്കുന്ന ഇഞ്ചിനിഞ്ച് പോരാട്ടം നടന്ന തൃത്താലയിൽ മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വനവാസത്തിന് പോവില്ല. ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും, തെരുവിൽ സമരമുഖത്തുണ്ടാവും. അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും അത് പറ്റില്ല. സംസ്ഥാനത്താകെ കണ്ട പൊതു ട്രെൻഡ് തൃത്താല മണ്ഡലത്തിലും പ്രതിഫലിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. തോൽവി തുറന്നു പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നത്. ഈ ചാനൽ ന്യൂസ് തൃത്താല. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ